നമ്മൾ ഫോണിൽ ഇഷ്ടംപോലെ സ്ക്രീൻഷോട്ട് എടുക്കും. ഇങ്ങനെ എടുക്കുന്ന ഈ സ്ക്രീൻഷോട്ട് ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട് തന്നെ ഉണ്ടാകുക. എന്നാൽ അതൊരു ഫോണിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണിൻ്റെ ഉള്ളിൽ ഉള്ള പോലെ അല്ലെങ്കിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് മോക്കപ്പ്. ഈ മോക്കപ്പ് കൊണ്ട് ഒരു സ്ക്രീൻഷോട്ട് എന്തൊക്കെ ചെയ്യാനാവും നമുക്കതിനെപ്പറ്റി ഒന്ന് നോക്കാം കേട്ടോ. ഈ മോക്കപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ സംഭവം കാണിക്കുന്നത്. ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ, അതുപോലെ ടെംപ്ലേറ്റ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ഇതിൽ നിന്നൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. ടെംപ്ലേറ്റ് തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യണ്ടേ. അതിന് നമ്മൾ എടുത്തു വെച്ചൊരു സ്ക്രീൻഷോട്ട് ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് സ്ക്രീൻഷോട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇമേജ് എന്ന് കാണും. ആ ഇമേജ് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗാലറിയിലേക്ക് പോകും. അവിടെ നിന്ന് നമുക്ക് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ സെലക്ട് ചെയ്ത ഇമേജ് കറക്റ്റായിട്ട് ആ ഫോണിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വന്ന് ഇനി നമുക്ക് ഇതിൽ ഇഷ്ടംപോലെ ഈ ക്യാപ്ഷൻ നമുക്ക് മാറ്റാം. ഈ ക്യാപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എടുത്ത് അവിടെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ ക്യാപ്ഷൻ അങ്ങ് മാറ്റി മുത്തൂസ് ആക്കി കൊടുത്ത് ഡണ്ണ് കൊടുത്ത് ഇവിടെ കളർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇഷ്ടമുള്ള കളറിൽ അത് മാറ്റി കൊടുക്കുക. ഏത് കളറും മാറ്റി 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 ഉപയോഗിക്കാം ഇഷ്ടമുള്ള കളറിൽ. ഇതോരോന്നും ചെയ്യുന്ന നേരം ഡണ്ണ് കൊടുക്കുക. അതുപോലെ സബ് ക്യാപ്ഷന്, ബാക്ക്ഗ്രൗണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കളർ ആറ്റം വേണമെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളറും സെറ്റ് ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാ ഓപ്ഷനും നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനൊക്കെ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇമേജ്, ഒരു ഫോണിൽ അങ്ങനെ തന്നെ നമ്മളൊരു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്ന പോലെ നല്ല കറക്റ്റായിട്ടുള്ള ഒരു പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാനാവും. നല്ല റീച്ചും കിട്ടും. അടിപൊളി. ഒരു സ്ക്രീൻഷോട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നവർ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് വെറുതെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്താൽ ആ ഒരു രസം ഉണ്ടാകില്ലാന്ന് കാണുക. ഇത് കാണുന്നതിനും അടിപൊളി, ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാനും അടിപൊളി, മോക്കപ്പ് ഉപയോഗിക്കാനും അടിപൊളി. സംഭവം ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുത്തേക്കട്ടോ. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.